ഒരുപാട് സന്തുഷ്ട കുടുംബമായി മാറി അല്ലേ നമുക്കൊരു. പിന്നെ എന്റെ ഏട്ടന്മാരൊക്കെ നല്ല സപ്പോർട്ടാണ്. നമ്മളിപ്പോ യൂട്യൂബിൽ എന്താ ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ എന്റെ മൂത്ത ഏട്ടനൊക്കെ മെസ്സേജിൽ ഓരോ ഉപദേശങ്ങൾ തരും. അതിലേക്ക് വരാം. ഇതുപോലെ നിങ്ങളുടെ ഒരു കുടുംബത്തിനെ കുറിച്ചുള്ള ഒരു ചർച്ച ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മറ്റൊരു നിങ്ങളുടെ യൂട്യൂബ് അല്ലേ, നമുക്ക് അതില് നിങ്ങളുടെ എനിക്കൊന്ന് രണ്ട് ചാനല് രണ്ടും സ്വീകരിച്ചു കഴിഞ്ഞു പ്രേക്ഷകര്. അപ്പൊ അതില് നിങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടുണ്ട്. അതിനെ കൂടി ഒന്ന് നമ്മളിപ്പോ ചാനലുള്ളത് ഒന്ന് നമ്മുടെ മോന്റെ പേരിലുള്ള സിഫ്രാൻ നിസാം എന്നുള്ള ചാനലാണ്. അത് നിങ്ങൾ എന്താ പറയാ 2 കൈയും നീട്ടി സ്വീകരിച്ചു. അതുപോലെ തന്നെ അതിനുശേഷം ഇപ്പൊ അടുത്ത് തുടങ്ങിയൊരു ചാനലുണ്ട് നമ്മുടെ. അത് നമ്മള് തുടങ്ങാൻ വിചാരിച്ചല്ല, നമ്മുടെ പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം തുടങ്ങിയതാണ്. കാരണം നമ്മൾ ഒരുപാട് പേഴ്സണലായിട്ട് മെസ്സേജ് വരുന്നുണ്ട് നിങ്ങളുടെ വിശേഷങ്ങളും അതുപോലെ എന്തെങ്കിലും അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഞങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ചാനൽ തുടങ്ങിക്കൂടെ എന്നുള്ള അങ്ങനെ നമ്മളൊരു ബ്ലോഗ് എന്നുള്ള രീതിയിൽ ഒരു സിഫ്നൂർ എന്ന് പറഞ്ഞൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൽ നമ്മുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ട്. അതിപ്പോൾ നല്ല സബ്സ്ക്രൈബാണ്, നല്ല വ്യൂവേഴ്സ് ഉണ്ട്. അപ്പോൾ അത് പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം തുടങ്ങിയ ചാനലാണ്. ഓക്കെ, സിഫ്രാനോട് നമ്മുടെ എന്തായാലും നമുക്കറിയാം അച്ഛൻ ഗംഭീരമായിട്ട് പാടും, അമ്മ പാടും അല്ലേ, അനിത്യൊക്കെ പാടും, എല്ലാവരും അതിലാണ്. ഒപ്പം താങ്കൾ സിനിമയിലൊക്കെ സാന്നിധ്യം. ശ്രീപുരം സ്കൂളിൽ എങ്ങനെയാണ് ഒരു സ്റ്റാറായിട്ട് നടക്കുന്നത്? എന്തൊക്കെയാണ് അവിടുത്തെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാനുള്ളത്? അവിടുത്തെ എൻ്റെ ടീച്ചേഴ്സ്, ഫാദർ, എൻ്റെ ഫ്രണ്ട്സ്, ഫാദേഴ്സും ടീച്ചേഴ്സെല്ലാം എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ എൻ്റെ ചില സമയത്തൊക്കെ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് കുറെ ഗിഫ്റ്റ്സ് എല്ലാം തരുന്നുണ്ട്. സ്കെയില്, പെൻസിൽ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യലുണ്ട്. നോട്ടിന്റെ എല്ലാം പഠിത്തത്തിൽ എങ്ങനെയാണ്? പഠിക്കും. നൂറി വിശേഷങ്ങൾ പങ്കുവെക്കൂ, സ്കൂളും കാര്യങ്ങളൊക്കെ ആയിട്ട്. സ്കൂളില് എൻ്റെ സിസ്റ്റർ, ഫാദർ എല്ലാവരും പിന്നെ ചോക്ലേറ്റ്, പിന്നെ ഗിഫ്റ്റ്, എൻ്റെ ഫ്രണ്ട്സ് ഫുള്ള് എപ്പോഴും ഞാനല്ല ഇതാ, ഞാൻ കള്ളത്തം ചെയ്തിട്ട് ഫ്രണ്ട്സ് ഫുള്ള് ഇതാണ് എൻ്റെ. അത് മാഷുമാര് പിടിച്ചിട്ടുണ്ടോ? സിസ്റ്റർമാര് പിടിക്കുവോ? അത് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അന്ന് LKG ഉണ്ടാവുമ്പോ എപ്പോഴും സ്കൂളിൽ പോകുമ്പോ എന്തെങ്കിലും ബാഗിൽ വെച്ചിട്ട് കാരണം ഒന്നാമത് ആള് ചെറുതാ, നമ്മള് കാണൂല, അത് ടീച്ചർ വിളിക്കുക കൊണ്ടുപോയിക്കോന്ന്. അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങള്. നിങ്ങളുടെ ഒരുപാട് വർക്കുകളില് ഉപകാരം ഒരു പ്രത്യേകതയുള്ളതാണ് അല്ലേ, ഒരുപാട് പറയാനുണ്ട്. അതില് മോള് വളരെ ആക്റ്റീവായിട്ട് ചെയ്തു. അപ്പൊ അതിനെ കുറിച്ചുള്ളൊരു ഉപകാരം നമ്മൾ എന്താ പറയാ, ഒരു പ്രതീക്ഷിക്കാതെ ഒരു നമുക്കൊരു ഉപകാരമായിട്ടുള്ള അവൾക്ക് കിട്ടൂല. അത് അല്ല, അത് അവളോട് അതിൽ കമന്റിൽ പറയുന്നുണ്ട് ഉപകാരം എന്ന് പറയുന്ന. അപ്പൊ അത് ആൾക്കാരിങ്ങനെ വിളിച്ചു പറയും, അത് കേൾക്കാൻ ഭയങ്കര ക്യൂട്ടാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു പറയും. അപ്പോൾ ഉപകാരത്തിലേക്ക് വരാം. അപ്പോൾ ഈ ലോക്ക്ഡൗൺ ഒക്കെ നല്ല മുറുകി നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഇതൊരു പഴയ പാട്ടാണ്, ഒരു സൂഫി സോങ് ആണിത്. മർഹൂം ഇമ്പിച്ചി താനൂർ ഇമ്പിച്ചി കോയ എന്ന് പറഞ്ഞ മൂപ്പര് അദ്ദേഹം തന്നെ പാടിയിട്ടുള്ള പാട്ടാണ്. അപ്പോൾ ജനങ്ങളിലേക്ക് അങ്ങനെ എത്തിയിട്ടില്ല. ആ രീതിയിൽ ഇങ്ങനെ വന്നപ്പോൾ നമ്മളത് ജസ്റ്റ് ഇങ്ങനെ ഫേസ്ബുക്കിൽ ഒരു സാധനം കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചത് ഓർക്കസ്ട്ര ഒക്കെ ചെയ്ത് പുതിയ മ്യൂസിക്കിൽ ചെയ്താൽ എങ്ങനെ ഇരിക്കും അങ്ങനെ രീതിയിൽ ഞാൻ ആദ്യം ഓർക്കസ്ട്ര ചെയ്തു. ഓർക്കസ്ട്ര നമ്മൾ പാടി അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ വിഷ്വലും പ്ലാൻ ചെയ്തു. നല്ല ലോക്ക്ഡൗൺ ടൈമിലാണ് ചെയ്തത്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്ഥലമുണ്ട്, ഒരു ചെമ്മീൻകണ്ടി എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ നിന്നാണ് വിഷ്വൽ ചെയ്തത്. അപ്പം അങ്ങനെ അന്ന് ചെയ്ത് പിറ്റേ നമ്മളതിന് പബ്ലിസിറ്റി അപ്പോൾ അതിൻ്റെ പിറ്റേന്ന് തന്നെ നമ്മളത് അപ്ലോഡ് ചെയ്തു. കൂടുതൽ പബ്ലിസിറ്റി ഒന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ അപ്ലോഡ് ചെയ്തു അന്ന് രാത്രി തന്നെ സാധനം കണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ലെവലിലേക്ക് എത്തി. വെറുതെ അതുപോലെ തന്നെ ആ സമയത്ത് പിന്നെ നമ്മൾ ജസ്റ്റ് എൻ്റെ ബ്രദർ ഉണ്ട്, അവൻ പാടുന്നതാണ്. അപ്പം അവനിപ്പം ഗൾഫിലാണ്. അപ്പോൾ ജസ്റ്റ് അവൻ്റെ അടുത്ത് ചോദിച്ചതാണ്, ജസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെറുതെ ചോദിച്ചത്. അപ്പൊ അവന് പാട്ടൊന്നും കേട്ടിട്ടില്ല, അവന് പോലും പാട്ട് കേട്ടില്ല. അപ്പൊ അവനറിയാം നമ്മൾ എന്തെങ്കിലും ആയിട്ട് അങ്ങനെ ഇറക്കുമായിരിക്കും എന്നുള്ളതില് അവൻ പറഞ്ഞു ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു. റജനാസ് പറമ്പത്ത്, അതിൽ കാണുന്ന പ്രൊഡ്യൂസർ റജനാസ് പറമ്പത്ത്, സിംഗറാണ്. ഇപ്പൊ അങ്ങനെ പാടുന്നില്ല. അപ്പൊ അങ്ങനെ കിട്ടിയൊരു വലിയൊരു ഉപകാരമാണ് ഉപകാരം. അതെ അതെ, ഇപ്പൊ നല്ലൊരു എന്താ പറയാ, ശരിക്കും കുറെ ആൾക്കാർ ഉപകാരം നമുക്കൊരു ഉപകാരമായിരുന്നു.